ബാലകൃഷ്ണൻ വടകര. ഞാൻ ആദ്യം തന്നെ ബാലകൃഷ്ണൻ വടകരയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ വടകര മേയറാക്കാം എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ മാറ്റി എന്നാണ് ആക്ഷേപം. ഇത് ഒരു തിരിച്ചടിയല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിക്ക് അല്പം ഒരു സൗകര്യം ഇപ്പം കിട്ടുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം സമൂഹത്തിൽ അറിയപ്പെടുകയും പേരുള്ള ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരികയും അവർ ജനമധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നേടുകയും അവർ വിജയിക്കുകയും ചെയ്യും. അതിനൊക്കെ താങ്കളോ താങ്കളുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പബ്ലിക്കോ ഇങ്ങനെ പ്രതികരിച്ചതിനെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ശ്രീലേഖ മാഡം വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു മേഡമാണ്. അതുകൊണ്ട് അദ്ദേഹം മേയർ സ്ഥാനത്തിന് ഒരു പക്ഷേ കൊതിച്ചിട്ടുണ്ടാവാം, അതിൽ തെറ്റൊന്നുമില്ല. ഒരു പക്ഷേ മേയറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ തന്നെ അത് മാറ്റി പറയുകയാണ്. ഞാൻ അത് കേൾക്കാൻ വേണ്ടി നിന്നതാണ്. ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ തന്നെ പറയുകയാണ്. ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം, ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകാം, ഒരു പക്ഷേ അതിന് അർഹയായിരിക്കാം. ഇപ്പം എന്താ പറയുന്നത്? അങ്ങനെയല്ലല്ലോ സാർ. എങ്ങനെയാണ് അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ശ്രീ പ്രശാന്തിന്റെ MLA ഓഫീസിന്റെ എൻട്രൻസ് ആണ് ഈ കൗൺസിലറുടെ എൻട്രൻസ്. അവിടെ ഒരു ബോർഡ് വെച്ചപ്പം താങ്കളുടെ ചാനൽ അതിൽ ഒരു പ്രതികരണം ചോദിച്ചു. അപ്പൊ ഇതിൽ ഒരു ബോർഡ് വെച്ചതിനൊക്കെ പ്രതികരണം ചോദിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപിക്ക് സ്വയം കിട്ടുന്നു. കാരണം സമൂഹത്തിൽ അറിയപ്പെടുന്ന ആള് ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ബോർഡ് വെച്ചതിന് പ്രതികരണം ചോദിച്ചാണോ? ബാലകൃഷ്ണൻ വടകരയ്ക്ക് ഈ സംഭവം അറിയാഞ്ഞിട്ട് പറയുന്നതാണെങ്കിൽ എനിക്ക് അതിൽ പരാതിയില്ലായിരുന്നു. ഇത് ബോർഡ് വെച്ചപ്പോൾ പോയി പ്രതികരണം ചോദിച്ചതാണോ? അല്ലാതെന്താ? ഒരു MLA നാട്ടിലെ MLA പറയുകയാണ് എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഒഴിയണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് പിന്നെ വാർത്തയാവില്ലേ? അല്ലാതെ നിങ്ങളൊരു ബോർഡ് വെച്ചല്ലോ എന്നാൽ പ്രതികരിച്ചോളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും മൈക്ക് കൊണ്ട് പോയതാണോ? ഈ നാട്ടിലെ ഒരു MLA പറയുകയാണ് എൻ്റെ ഓഫീസ് ഞാൻ വാടകയ്ക്കെടുത്ത കരാർ ചീട്ടുള്ള ഒരു ഓഫീസ് ഒഴിയാൻ ഫോണിൽ ഇങ്ങനെ മുൻ DGP ആ ഒരു ബന്ധം വെച്ച് വിളിച്ചു, പക്ഷേ അവരുടെ രീതി മാറി, ഇത് ഒഴിയണം എന്ന് പറയുന്നു. ഉടനെ കൂടും കുടുക്കിയെടുത്ത് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് വാർത്തയല്ലേ? പിന്നെ നിങ്ങൾ ആ ഓഫീസിൽ ചെന്നിരുന്നത് രണ്ടുപേർക്കും അതിൽ സൗകര്യമില്ല എന്ന് പറയുന്ന കാര്യം വാർത്തയല്ലേ? ഇത് കൊടുക്കണ്ടേ? അല്ല, ജനാധിപത്യ പ്രക്രിയയിൽ കൗൺസിലർ രാജാവല്ല, MLA രാജാവൊന്നുമല്ല. ജനാധിപത്യത്തിൽ ആരും രാജാവല്ല, ജനങ്ങളാണ്. അല്ലല്ല, ബഹുമാനായ മുൻ മുഖ്യമന്ത്രി നായനാർ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രി പദവി ഒന്നൊരു രാജാവൊന്നല്ല, ജനങ്ങൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അതിന്റെ തർക്കമല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് മേയറാക്കാം എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി. ആദ്യം തന്നെ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവൻ്റെ റേഷൻ കാർഡും അതുപോലെ ക്ഷേമനിധിയും ഒക്കെ ഉണ്ടാക്കാനായി പ്രയത്നിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആഗ്രഹിക്കാത്ത നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ എല്ലാ പാർട്ടിയിലുമുണ്ട്. ഞാൻ BJPയിൽ മാത്രം പറയില്ല, എല്ലാ പാർട്ടിയിലുമുണ്ട്. ഒരിക്കൽ പോലും താനൊരു വാർഡ് മെമ്പർ പോലും ആകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും അഹോരാത്രം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ എല്ലാ പാർട്ടിയിലുമുണ്ട്. പക്ഷേ ആളുകളിങ്ങനെ നേരെ വരികയാണ്. വരുന്നത് തന്നെ BJP വൈസ് പ്രസിഡന്റ് ആയിട്ടാണ്, പിന്നെ സംസ്ഥാനത്തെ രണ്ടാമത്തെ BJP നേതാവായി വരികയാണ്. അത് കഴിഞ്ഞ് ഉടനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, മേയറാക്കാം എന്ന് വാക്ക് കൊടുത്തു. ഇങ്ങനെ വാക്കുകൾ കൊടുത്ത് ഒരു പക്ഷേ അവർ ജയിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് തന്നെ ഞാൻ സമ്മതിക്കാം. പക്ഷേ അവരുടെ മോഹങ്ങൾ ഈ തരം താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്. അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അത് പ്രതിസന്ധിയാവുകയല്ലേ? അല്ല, അങ്ങനെ ഒരു മോഹം അവർ വെച്ച് പുലർത്തുവാൻ സംഘടനാ പാഠമുള്ള നേതാക്കളെ മാറ്റി നിർത്തി അവരേത് കോത്തായ ആളായാലും അവർ വിചാരിക്കുന്ന സ്ഥാനത്തൊന്നും ഇരിക്കത്തൊന്നുമില്ല. കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ജീവൻ കൊടുത്തിട്ടും കാലാകാലമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും താഴ്ച കൊണ്ടുന്ന ഒരു നേതാവാന്ന് വിചാരിച്ചിട്ട് ആരും കടന്നു വരികയും വേണ്ട. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് താങ്കൾ ഈ ചോദിക്കുന്നത്. അത് ആർജവത്തോടെ തുറന്നു പറയാൻ ഇത്തരം ഉദ്യോഗ കേസരികൾക്ക് മുന്നിൽ നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമുണ്ടോ? അതോ വരൂ ഞങ്ങൾ ഉടനെ മേയറാക്കാം, ഗവർണറാക്കാം, ഏതെങ്കിലും സ്ഥലത്ത് വലിയ സ്ഥാനങ്ങൾ നൽകാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നതാണോ? അതോ ഇതങ്ങനെയല്ല, ഇത് ജനസേവനത്തിനുള്ളൊരു പ്രതലമാണ്, ഇവിടെ വരൂ, സാധാരണക്കാരെ സംരക്ഷിക്കൂ, സാധാരണക്കാരനെ മനുഷ്യന് വേണ്ടി യത്നിക്കൂ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം അങ്ങനെ പൊതുസേവനത്തിന് നീക്കിവെക്കൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരാനുള്ളൊരു ആർജവം നിങ്ങൾക്കുണ്ടോ? അവരാരും കൊണ്ടുവന്നല്ലോ, അവർ സ്വമേധയാ വന്നതല്ലേ. അവര് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയിലും ആകർഷണമായിട്ട് വന്ന അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മേയർ സ്ഥാനം ഒരുപക്ഷെ എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ അതുകൊണ്ട് നടക്കുന്നില്ലല്ലോ, അത് നടക്കണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മേഡത്തിന് ഇതിന്റെ കാരണമൊക്കെ ശ്രീലേഖ മേഡം BJP കൗൺസിലറായി വിജയിച്ചത് കൊണ്ട്, അതും തിരുവനന്തപുരത്ത് വിജയിച്ചത് കൊണ്ടും സുരേഷ് ഗോപിക്ക് ഇപ്പൊ അല്പം ഒരു സൗകര്യമുണ്ട്. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം സുരേഷ് ഗോപിയെ തോട്ടൽ ഇപ്പം കുറച്ച് കുറവുണ്ട്. ആര് ജനകീയനാണോ അവരെങ്ങനെ തോണ്ടിക്കൊണ്ടിരും. മാവുള്ള കല്ലിലല്ലേ മാവ് കല്ലിലെറിയ കുട്ടികള്. അതാണ് സ്ഥിതി.
അപ്പൊ അതുകൊണ്ട് തീരമാണ് എവിടെയും പോയില്ല. അവര് വിദ്യാഭ്യാസമുള്ള നാടാണ്. ഇപ്പൊ ഈ ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ജയിച്ചപ്പോ കളിച്ചതാണ്. പക്ഷേ സത്യപ്രതിജ്ഞ ദിവസം ഈ ഡാൻസിനൊന്നും നിന്നില്ല, വേഗം സ്ഥലം വിട്ടു. ശരി, അപ്പോൾ ശ്രീനിവാസൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ,